you so much once again. Good morning and welcome to Orange Apple Motivational Monster. See, escapism അത്ര ഈസിയാണോ എളുപ്പമാണോ അത്തരത്തിലുള്ള ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ആരോ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായി. എന്താണ് ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച എസ്കേപ്പിസം? നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ച എസ്കേപ്പിസം ഒരു ഒരു ഇൻഡിവിജ്വലി അവനവൻ്റെ കാര്യത്തിലായിരുന്നാലും മറ്റുള്ളവരുടെ കാര്യത്തിലായിരുന്നാലും തീരെ ഒന്നും തിരിഞ്ഞു നോക്കാതെ ഇറസ്പോൺസിബിളായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത വിധം കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് മറ്റു മനുഷ്യരുടെ, നമ്മളല്ലാത്ത ആളുകളുടെ മാനസികാവസ്ഥ തകർക്കുകയോ ചോദ്യം ചെയ്യുകയോ അവരുടെ തെറ്റുകളെ അവരുടെ പ്ലാനുകളെ തകർക്കുകയോ അവരുടെ മനസ്സിന് ശക്തി ഇല്ലാതാക്കുകയോ ഒക്കെ ചോർത്താൻ വേണ്ടിയിട്ട് സകല കാറ്റുള്ള ബലൂണിൻ്റെയും ഓട്ടയാക്കാൻ വേണ്ടിയിട്ട് സൂചിയുമായി നടക്കുന്ന ആളുകൾ, അവരെ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുത്തും, അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തും. അതിനകത്ത് നിലവിലുള്ള ഒരു എയേർഡായിട്ടുള്ള ഒരു ബലൂണിൻ്റെ ഒരു മോട്ടിവേഷൻ ഇല്ലാതാക്കി കളയും, ചോർത്തി കളയും, അത് ഊറ്റിപ്പോവും, അതിൽ ഗ്യാസ് പോക്കി കളയും. ഈ ഒരു രൂപത്തിൽ ബിഹേവ് ചെയ്യുന്ന ആളുകൾ, സി തൻ്റെ ഭർത്താവ് തനിക്ക് പറയാനും അവസരമില്ല, നന്നാവുന്ന ലക്ഷണവുമില്ല എന്നുള്ള രൂപത്തിൽ നിലനിൽക്കുന്നു എന്ന് ഒരാൾ സൂചിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരവസ്ഥ ശരിക്ക് അത് ഞാനായിരുന്നാലും വേറെ ആരായിരുന്നാലും ഇത് കേൾക്കുന്ന, ഇവിടെ ലൈഫ് ലേണിംഗ് ലെസൺസ് ആണ്, ഇവിടെ ജീവിതാനുഭവ പാഠങ്ങൾ ആണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അറിവില്ലായ്മയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു. ഇത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ആറ്റിറ്റ്യൂഡിനൽ ഇഷ്യൂ ആണ്. ഈ ഇഷ്യൂ ഇങ്ങനെ റേസ് ചെയ്യപ്പെട്ട ഇഷ്യൂ ആറ്റിറ്റ്യൂഡിനൽ ഇഷ്യൂ ആണ്. ഒരു ആറ്റിറ്റ്യൂഡ് യഥാർത്ഥത്തിൽ എത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. ഫുൾ ബോട്ടിൽ ആറ്റിറ്റ്യൂഡ്. എന്താണ് ഫുൾ ബോട്ടിൽ ആറ്റിറ്റ്യൂഡ്? ഫുൾ ബോട്ടിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്കറിയാം എന്ന് പറയുന്ന അവസ്ഥയാണ് ഫുൾ ബോട്ടിൽ ആറ്റിറ്റ്യൂഡ്. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളെ ഒരിക്കലും ഉപദേശിക്കാനോ നന്നാക്കാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോ അതിന്റെ പോസിബിലിറ്റി വളരെ കുറവാണ്. എന്നാണ് എനിക്ക് അറിവുകൾ വർദ്ധിപ്പിക്കണമെന്നും ഞാൻ ഇനിയും ഒരുപാട് കേൾക്കാനുണ്ടെന്നും ഞാൻ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നും മനസ്സിലാവുന്നു, അന്നു മുതലേ ഒരാൾ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ മറ്റുള്ള ആളുകളെ ചേഞ്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം, കാരണം അതൊരു സാധ്യമല്ലാത്ത ഒരു പരിപാടിയാണ്, പകരം നമ്മളെ കൊണ്ട് ചേഞ്ച് എന്തുണ്ടാക്കാൻ നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ അതാണ് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ മനുഷ്യനില്ലാതെ പോകുന്നതും അതാണ്. മനുഷ്യൻ നിരാശപ്പെടുന്നതും ദുഃഖിതനാകുന്നതും മറ്റുള്ളവരുടെ സ്വഭാവം ആലോചിച്ച് തൻ്റെ എമോഷൻസിനെ വേരിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ആളുകളുടെ സ്വഭാവം, ആളുകൾ അങ്ങനെ പെരുമാറുന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ എമോഷനെ മാറ്റേണ്ട ആവശ്യമില്ല. ആളുകൾ ഇങ്ങനെ പെരുമാറുന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടുകയും ദുഃഖപ്പെടുകയും ചെയ്യേണ്ട. കാരണം ഒരു ഭാര്യയും ഭർത്താവിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഭർത്താവ് വളർന്നത് ഒരു കുടുംബത്തിലും ഭാര്യ വളർന്നത് മറ്റൊരു കുടുംബത്തിലും. ഇപ്പൊ രണ്ട് വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലങ്ങളിൽ, രീതികളിൽ, വളർന്ന രീതികളിൽ, സാഹചര്യങ്ങളിൽ, മാനറിസത്തിൽ, വിവരങ്ങളിൽ, അറിവിൽ, രീതി ശാസ്ത്രങ്ങളിൽ, എല്ലാറ്റിലുമുള്ള അതിഗംഭീരമായ വ്യതിരിക്തത ഭാര്യക്ക് വേറെയും ഭർത്താവിന് വേറെയും ഉണ്ടാകും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് വിവാഹ ഉടമ്പടികളിലൂടെ ലോകത്ത് നടക്കുന്നത്. അത് എത്രത്തോളം സാധ്യമാകുമെന്ന് വിചാരിച്ചാൽ, താൻ കൂടെ കൂട്ടാൻ പോകുന്നത്, ആരുടെ കൂടെ കൂടാൻ പോകുന്നത്, അവരെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കുവാനുമുള്ള മുഴുവൻ ഫിലോസഫികളും സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള കാണലും കാഴ്ച ഉണ്ടാവലും സംസാരിക്കലും അവരുമായി ഇടപെടലും പെരുമാറലും ഒക്കെ ഇത് കൃത്യമായി പുലർത്തി നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നടക്കും. അങ്ങനെയാണെങ്കിൽ റിജക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അതിനൊന്നും പറ്റിയില്ല, ഇപ്പോൾ ഉള്ള സാഹചര്യം അങ്ങനെയൊന്നുമല്ല എങ്കിൽ ഏറ്റവും പ്രധാനം സെൽഫ് ലവ് ആണ്.
സെൽഫ് ലവ്. എന്താണ് സെൽഫ് ലവ് ഇതുമായി കണക്ഷൻ? നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ള ആളുകളെ സ്നേഹിക്കരുത്. അവിടെയാണ് ഏറ്റവും പ്രധാനം. ആദ്യം അവനവനെ സ്നേഹിക്കാൻ പഠിക്കാത്ത ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളത് ലോകത്തെ നഗ്ന സത്യ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടായിരുന്നാലും മക്കൾ അമ്മയോടോ അച്ഛനോടായിരുന്നാലും അച്ഛനും അമ്മയും മക്കളോടായിരുന്നാലും ഇനി ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞാലും ഇതൊന്നും യാഥാർത്ഥത്തിൽ ഐ ലവ് മീ എന്ന് കറക്റ്റ് അല്ലെങ്കിൽ ഈ ഐ ലവ് യു ശരിയാവില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സെൽഫ് ലവ്, അവനവനെ സ്നേഹിക്കാൻ അവനവൻ പഠിക്കുന്നില്ലെങ്കിൽ തൻ്റെ ശരീരത്തെ ആവശ്യങ്ങളെ, തൻ്റെ മനസ്സിൻ്റെ ആവശ്യങ്ങളെ, തൻ്റെ ശാരീരിക മാനസികമായ ബേസിക് നീഡുകളെ, ഞാൻ ഉദ്ദേശിച്ചത് ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം, സൗന്ദര്യം ശ്രദ്ധിക്കേണ്ടത്, തൻ്റെ രീതികൾ, തൻ്റെ ക്വാളിറ്റി വളർത്തേണ്ടത്, തൻ്റെ ഗുണങ്ങൾ വളർത്തേണ്ടത്, തൻ്റെ ക്യാരക്ടറുകൾ വളർത്തേണ്ടത്, തൻ്റെ സ്വഭാവ ഗുണങ്ങൾ വളർത്തേണ്ടത്, തൻ്റെ ഹാബിറ്റുകൾ വളർത്തേണ്ടത്, ഇത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. അവനവൻ്റെ ഭംഗി നിലനിൽക്കുന്നത് തൻ്റെ സ്വഭാവത്തിലും തൻ്റെ വ്യക്തിത്വത്തിലും തൻ്റെ ക്വാളിറ്റിയിലും തൻ്റെ പെരുമാറ്റ രീതികളിലും തൻ്റെ പ്രകൃതം ക്രിയേറ്റ് ചെയ്യുന്നതിലുമാണ്. അതല്ലാതെ മറ്റുള്ളവരുടെ പ്രകൃതം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ ജീവിതത്തിൽ ഒരിക്കലും അതിന് ഏതോ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും മകനെയും മകളെയും ഒന്നും നന്നാക്കാൻ സാധിക്കുന്നൊന്നും വിചാരിച്ച് ആരും ആ റിസ്ക് ഒന്നും ഏറ്റെടുക്കണ്ട. അത് നടക്കണമെന്നില്ല. ഒരു പക്ഷേ അതൊക്കെ നടന്നാൽ വലിയ അത്ഭുതമായിരിക്കും എന്ന് മാത്രം. പക്ഷേ ഒരു വലിയ കാര്യമുണ്ട്. അവനവനെ സ്നേഹിക്കുകയും അവനവൻ്റെ സ്വഭാവത്തെയും ക്വാളിറ്റിയെയും വ്യക്തിത്വത്തെയും അതേപോലെ റോൾ മോഡൽസത്തെയും സ്നേഹിച്ചുകൊണ്ട് സെൽഫ് ലവിലേക്ക് ഇടപെടുന്ന ഒരാൾ അവനവനെ വൃത്തിയായി സമൂഹത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അയാളെ ഫോളോ ചെയ്യാനും അയാളെ കാണുവാനും അയാളെ ഇഷ്ടപ്പെടുവാനും അയാളിലേക്ക് അട്രാക്റ്റഡ് ആവുവാനും ഇത്തരം ക്വാളിറ്റികളിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവാനും ചേഞ്ചസ് ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മാത്രം. അപ്പോൾ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കുന്ന പരിപാടിയാണ് മറ്റുള്ളവരുടെ സ്വഭാവവും ഗുണങ്ങളും നന്നാക്കാൻ നടക്കല്. ഒന്ന്. രണ്ട്, നമ്മൾ നമ്മളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ബിഹേവിയറൽ പാറ്റേൺ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ബിഹേവിയർ കൊണ്ട് എമോഷണലി ചേഞ്ച് ചെയ്യാതിരിക്കുകയും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ത്രഷോൾഡ് അതല്ലെങ്കിൽ ഒരു ബോർഡർ ലൈൻ ക്രിയേറ്റ് ചെയ്യാത്തതാണ് പലപ്പോഴും ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഭർത്താവിനെ നന്നാക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ, അദ്ദേഹം മാറാൻ തയ്യാറല്ലല്ലോ, എങ്ങനെ ഞാൻ മാറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. അതുകൊണ്ട് സെൽഫ് ലവ് ആണ് പ്രധാനം. തൻ്റെ ആരോഗ്യം, തൻ്റെ ശരീരം, തൻ്റെ സന്തോഷം, തൻ്റെ മനസ്സ്, തൻ്റെ ക്വാളിറ്റി താൻ പ്രൊട്ടക്റ്റീവായിട്ട് ബിഹേവ് ചെയ്തത് അതിനെ ഒരു സോഷ്യലി യൂസ്ഫുൾ ആയ ഏറ്റവും എക്സ്പീരിയൻഷ്യൽ ആക്കാൻ പറ്റുന്ന, ഏറ്റവും എക്സിബിറ്റീവ് ആക്കാൻ പറ്റുന്ന, ഏറ്റവും യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു ക്വാളിറ്റി ആക്കി മാറ്റുകയാണെങ്കിൽ ആ ഒരു അതിൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലേക്ക്, അതിൻ്റെ അട്രാക്ഷനിലേക്ക് വരാൻ ഇഷ്ടം പോലെ ഭർത്താവിന് സാധിക്കും, ഭാര്യയ്ക്ക് സാധിക്കും, മക്കൾക്ക് സാധിക്കും, അയൽവാസിക്ക് സാധിക്കും, ആർക്കും സാധിക്കും. തൻ്റെ കൂടെ ആളുകൾ കൂടാനുള്ള കാരണം, പല ആളുകളുടെ കൂടെ ആളുകൾ കൂടാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ക്വാളിറ്റിയാണ്. ആളുകളിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ ക്വാളിറ്റിയാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ലൈഫ് ലേണിംഗ് ലെസൺസിൽ അതിന്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അത് നമ്മളിൽ പലർക്കും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടാവും. ഇത് ഇത് മനസ്സിലാക്കുകയും ഇത് അറിയുകയും ചെയ്യുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് മറ്റുള്ളവരെ നന്നാക്കുക എന്നുള്ള ഏർപ്പാട് അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കാത്തത്രയും കാലം എന്നും നിരാശയും, എന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ട് ശരിയായില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ശരിയായില്ല, ഇയാളോട് ഇത് പറഞ്ഞു. ഞാൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ വന്നിട്ട് അസ്കർ സാറിന്റെ ക്ലാസ് നിങ്ങൾ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു ഭർത്താവിൻ്റെ അടുത്ത് പോയി പറഞ്ഞ ഭാര്യ ജീവിതത്തിൽ ക്ലാസ് കേൾക്കാനുള്ള അവസരം നശിപ്പിക്കുക ചെയ്യുക. സി, ആരുടെ ക്ലാസ് കേട്ടു, ആരുടെ ക്ലാസ് കേൾക്കണം, ആരുടെ ക്ലാസ് കേട്ടേ പറ്റൂ എന്നുള്ളതല്ല പ്രധാനം. മറിച്ച് നമ്മൾ നമ്മൾക്ക് വേണ്ടി ആയിരിക്കണം ക്ലാസ് കേൾക്കേണ്ടത്. ആർക്കും വേണ്ടി ക്ലാസ് കേൾക്കേണ്ട, ആരോടും ക്ലാസ് കേൾക്കാൻ ഉപദേശിക്കുകയും ചെയ്യരുത്. കാരണം ദാറ്റ് വിൽ നെവർ ഹെൽപ്പ്. അങ്ങനെയൊക്കെ ഞാൻ കുറേ ചെയ്തതാ. അതൊന്നും ഒരിക്കലും വിജയിച്ചിട്ടില്ല. കാരണം വിജയിക്കുന്നത് നമ്മളുടെ മാറ്റത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ വർഷം നമ്മൾ ഇയർ ഓഫ് ഫോക്കസിന് പ്രാധാന്യം കൊടുത്തത്. നമ്മൾ എന്ത് ഗോൾ, എന്ത് പ്ലാൻ, എന്ത് ആക്ഷൻസ്, എന്ത് ഡ്രീംസ്, അതിനു വേണ്ടി ഫോക്കസ്ഡ് ആയി സീരിയസ് ആയിട്ട്. അപ്പോൾ സെൽഫ് ലവ് എന്നുള്ളത് ആ ചോദിച്ച ആളുടെ ഉത്തരമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. Thank you. Thank you. Thank you, sir. താങ്ക് യു.